എന്തൊക്കെയാണ് ശ്രീറാം സാറേ ഇവിടെ നടക്കുന്നത്? ആദ്യം ലോകമുള്ളിൽ ഒരുത്തൻ. ഭാവനയുടെ അടുത്ത ചിത്രമായ ഹണ്ട് ഷാജി കൈലാസിന്റെ ഒരു ത്രില്ലറാണ്. ഊഷ്മള റൊമാൻറ്റിക് കോമഡി ചിത്രമായ എൻ്റെ കാക്കാക്ക് ഒരു പ്രേമമുണ്ട് എന്ന ചിത്രത്തിലൂടെ ഈ വർഷം ആദ്യം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഭാവനയുടെ രണ്ടാമത്തെ ചിത്രമാണിത്. ആ ചൂടുന്ന ആറുന്നതിന് മുമ്പ് ഒരു വീപ്പയ്ക്കുള്ളിൽ ആത്മാവുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഒരു സ്പേസ് ഈ ക്യാമ്പസിലുണ്ട്. വരാനിരിക്കുന്ന മലയാളം ചിത്രമായ ഹണ്ടിന്റെ ഒരു ചെറിയ ടീസറിൽ പശ്ചാത്തലത്തിൽ ഭയാനകമായ സംഗീതം പ്ലേ ചെയ്യുമ്പോൾ ഭാവന ഇരുണ്ടതും വിജനവുമായ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ പോകുന്നത് കാണിക്കുന്നു. ആയുസെത്താതെ ശരീരമില്ലാതായ ആത്മാവ് ഒറ്റയ്ക്കാവും. സംവിധായകൻ ഷാജി കൈലാസിന്റെ പുതിയ ചിത്രം ഹൊറർ ഘടകങ്ങളുള്ള ഒരു ത്രില്ലറാണ്. ഏപ്രിൽ 6 റിലീസ് ചെയ്ത ടീസറിൽ ക്രൈം സീനുകളിൽ ഒരു ഫോറൻസിക് വിദഗ്ധന്റെ വേഷത്തിൽ ഭാവന ഒരു ഡോക്ടറുടെ വേഷത്തിലുണ്ട്. ഒറ്റയ്ക്കാവുന്ന ആത്മാക്കള് സമയമാകുന്നവരെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അവൾ എന്തിനോ ആരെങ്കിലുമോ തിരയുമ്പോൾ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ അവസാനിക്കുന്നതായി തോന്നുന്നു. വിയർക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിൽ അഭിനേതാക്കളായ അതിഥി രവി, രാഹുൽ മാധവ്, രഞ്ജി പണിക്കർ, നന്ദു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. എന്നാൽ ടീസറിൽ നിങ്ങൾ ഭാവനയും വാതിൽ തുറക്കുന്ന മനുഷ്യന്റെ അവ്യക്തമായ രൂപരേഖയും മാത്രമാണ് കാണുന്നത്. റിയൽ ഏതാ ഇമാജിനേഷൻ ഏതാണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. നിഖിൽ ആനന്ദ് തിരക്കഥ എഴുതിയ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കെ രാധാകൃഷ്ണനാണ്. ഛായാഗ്രാഹണം ജാക്സൺ ജോൺസണും എഡിറ്റിംഗ് അജാസ് പുക്കാടനുമാണ്. തീവണ്ടി ഫെയിം കൈലാസ് മേനോനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ആദിലം അഷ്റഫ് സംവിധാനം ചെയ്ത ഒരു ഊഷ്മള റൊമാൻറ്റിക് കോമഡി ചിത്രമായ എൻ്റെ കാക്കാക്ക് ഒരു പ്രേമമുണ്ട് എന്ന ചിത്രത്തിലൂടെ ഈ വർഷം ആദ്യം മലയാളത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഭാവനയുടെ രണ്ടാമത്തെ ചിത്രമാണിത്. 8 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ആഖ്യാതാവായി അഭിനയിക്കുന്ന ചിത്രത്തിൽ ഷറഫുദ്ദീനാണ് നായകൻ. ഭാവന പക്വതയുള്ള ഒരു വേഷം ചെയ്യുന്നതും ഒരു കൊച്ചുകുട്ടിയുടെ അമ്മയായി അഭിനയിക്കുന്നതും ബുദ്ധിമുട്ടുള്ള ദാമ്പത്യം കൈകാര്യം ചെയ്യുന്നതും സിനിമയിൽ കണ്ടു. 2017 2022 ഇടയിൽ മലയാള സിനിമകളിൽ സജീവമല്ലെങ്കിലും ഭാവന നിരവധി കന്നഡ സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങളിൽ മലയാള സിനിമാ പ്രവർത്തകരിൽ നിന്ന് നിരവധി ഓഫറുകൾ വന്നിരുന്നു. ഷാജിയുടെ ഓഫറും അതിലൊന്നായിരുന്നു. ശക്തമായ പുരുഷ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്ഷൻ ചിത്രങ്ങൾക്ക് പേരുകേട്ട ഷാജി അടുത്തിടെ പൃഥ്വിരാജിനെ നായകനാക്കി 2 സിനിമകൾ ചെയ്തു. കടുവയും കാപ്പയും. മറ്റൊന്ന് മോഹൻലാലിനൊപ്പം ഒറ്റയ്ക്ക്. ഈ 3 സിനിമകൾ ചെയ്യപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹത്തിനും മലയാള സിനിമയിൽ വർഷങ്ങളുടെ ഇടവേളയുണ്ടായിരുന്നു എന്നതാണ് ശ്രദ്ധേയം.